പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ? വെൽക്കം ടു ഡേ 30 ഓഫ് അവർ ജേർണി. ഒരു കൊച്ചു ചിന്തയിൽ നിന്ന് തുടങ്ങാം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വചനങ്ങളാണല്ലോ നമ്മൾ വായിച്ച് ധ്യാനിക്കുക. ഒരിക്കൽ ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ഷട്ടിലെ ഒരു കറ ചൂണ്ടിക്കാണിച്ച് കളിയാക്കി. അപ്പോൾ സുഹൃത്ത് ശാന്തമനായി പറഞ്ഞു, നീ ഇത് എല്ലാവരോടും പറയുന്നതിന് മുമ്പ് എന്നോട് മാത്രം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അത് വേഗം കഴുകിക്കളയാമായിരുന്നു. ഇഫ് യു ടെൽ ദ വേൾഡ് അബൌട്ട് മൈ ഫാൾട്ട് ബിഫോർ യു ടെൽ മീ, യു ഡോണ്ട് വാണ്ട് ടു ഹെൽപ്പ് മീ, യു വാണ്ട് ടു ഹേർട്ട് മീ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നാടുനീളെ പാടി നടക്കാനല്ല, അവരെ തിരുത്തി കൂടെ നിർത്താനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വചനത്തിൽ നിന്ന് നമുക്കൊരു പ്രധാന കാര്യം പഠിക്കാം. ബന്ധങ്ങൾ ചേർത്ത് പിടിക്കാം. ദ ഗ്രേസ് ഓഫ് റിക്കൺസിലേഷൻ. നിന്റെ സഹോദരന് തെറ്റ് ചെയ്താൽ നീ ചെന്ന് അവൻ മാത്രമായിരിക്കുമ്പോൾ അത് അവനോട് പറയണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. അവനെ നാണം കെടുത്താനല്ല, മറിച്ച് അവനെ നേടിയെടുക്കാനാണ്. ടു വിൻ ഹിം ഓവർ നാം ശ്രമിക്കേണ്ടത്. നമ്മൾ രണ്ടുപേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടാകുമെന്ന് യേശു ഉറപ്പ് നൽകുന്നു. നമുക്ക് ഒരാളോട് പരാതിയുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലോ മറ്റു കൂട്ടുകാരുടെ അടുത്തോ പറയുന്നതിന് മുമ്പ് ആ വ്യക്തിയോട് നേരിട്ട് സംസാരിക്കാൻ ധൈര്യം കാണിക്കാം. സ്നേഹത്തോടെ ഒന്ന് തിരുത്തിയാൽ ചിലപ്പോൾ ആ ബന്ധം രക്ഷപ്പെടും. ഇന്ന് പിണങ്ങിയിരിക്കുന്ന ഒരാളോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ രണ്ടുപേർ ഒരുമിക്കുമ്പം ദൈവം വസിക്കും. ഡോണ്ട് ഗോസിപ്പ്. ഗോ ആൻഡ് ടോക്ക് പ്രൈവറ്റ്ലി. Healing starts when we bridge the gap with love. ഒറ്റപ്പെടുത്താനല്ല, ഒന്നിപ്പിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഈ 50 ദ ജേർണി നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ ഈ ചിന്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.